ജീവിതകാലം ഒരു പരീക്ഷണകാലമാണ്. അതേ തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. എല്ലാ ദിവസവും മഗ്രിബിന്റെയും ഉറങ്ങുന്നതിന്റെയും ഇടയിലായി പ്രത്യേകം ഓതൽ സുന്നത്തുള്ള ഒരു സൂറത്താണല്ലോ തബാറക്ക സൂറത്ത്. തുടക്കം തന്നെ തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക്, അല്ലാഹുവിങ്കലാണ് സർവ അധികാരവും. പടച്ചവന്റെ അധികാരം എന്നും അവന് തന്നെയാണ് അധികാരം. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ്. അധികാരം അവനാണ്, അല്ലാഹുവിനാണ്. എന്നാൽ റബ്ബ് പറയാണ്, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. ഇവിടെ അല്ലാഹു തആല മരണം സൃഷ്ടിച്ചിട്ടുണ്ട്, അതേപോലെ അതാ ജീവിതവും സൃഷ്ടിച്ചിട്ടുണ്ട്. ഇതെന്തിനാണ് സൃഷ്ടിച്ചത്? ലിയബ്ലുവകും, നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. അയ്യുകും അഹ്സനു അമലാ, നിങ്ങളിൽ ആരാണ് പ്രവർത്തനം ഏറ്റവും മെച്ചമാക്കുന്നത്, പ്രവർത്തനം ഏറ്റവും നന്നാക്കുന്നത് ആരാണ്? ഈ പരീക്ഷണമാണ് ഈ ഭൂമിലോകം. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ, ഈ പരീക്ഷണാലയത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സമ്പത്ത് കൊടുത്തവന് പരീക്ഷണമുണ്ട്, അവനത് വേണ്ടതുപോലെ ചെലവഴിക്കേണ്ട സ്ഥലത്ത് ചെലവഴിച്ചോ എന്ന പരീക്ഷണമുണ്ട്. സുബ്ഹാനല്ലാഹ്, പണം കൊടുക്കാത്തവന് പരീക്ഷണമുണ്ട്, അവൻ ക്ഷമിച്ചു നിൽക്കുന്നുണ്ടോ? പണമില്ലാത്തവന് അങ്ങനെയും പരീക്ഷയുണ്ട്. ഒരാൾക്ക് ആരോഗ്യമാണ്, അവനെ പരീക്ഷിക്കുന്നത് ആരോഗ്യമനുസരിച്ച് അവൻ റബ്ബിന് ത്വാഅത്ത് ചെയ്യുന്നുണ്ടോ, അവൻ പള്ളിയിലേക്ക് നടന്നു പോകുന്നുണ്ടോ, അവൻ കൃത്യമായി സുബ്ഹി നിസ്കരിക്കുന്നുണ്ടോ, മറ്റ് നിസ്കാരങ്ങൾ കൃത്യമായി നിർവഹിക്കുന്നുണ്ടോ, ചെയ്യേണ്ട ദീനീ പ്രവർത്തനങ്ങളിൽ അവൻ മുൻപന്തിയിലുണ്ടോ? ആരോഗ്യം റബ്ബ് പരീക്ഷിക്കുകയാണ്. അതേസമയത്ത് രോഗിക്കുള്ള പരീക്ഷണം, രോഗം കൊടുത്തപ്പോ ഇവൻ അല്ലാഹുവിനെ കുറ്റം പറയുന്നുണ്ടോ? എന്തിനാണ് പടച്ചവൻ ഇതെനിക്ക് തന്നത് എന്ന് ചോദ്യം ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ പൊറുതികേട് കാണിക്കുന്നുണ്ടോ? ആവശ്യമില്ലാത്ത സംസാരം നടത്തുന്നുണ്ടോ? അല്ല, എന്റെ റബ്ബ് എനിക്ക് തന്നത് ഞാൻ പൊരുത്തപ്പെട്ടു എന്ന നിലക്ക് അവൻ സംതൃപ്തിയോടെ റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടി വല്ലദീന സബറു ഇബ്തിഗാഅ വജ്ഹി റബ്ബിഹിം, റബ്ബിന്റെ പൊരുത്തം കരുതി അവൻ ക്ഷമിച്ചു നിൽക്കുന്നുണ്ടോ? രോഗിക്ക് പരീക്ഷണമാണ്. അതേ, ആരോഗ്യമുള്ളവന് വേറെ പരീക്ഷണമാണ്. പണക്കാരന് വേറെ പരീക്ഷണമാണ്, പാവപ്പെട്ടവന് വേറെ പരീക്ഷണമാണ്. സ്വാധീനമുള്ളവന് വേറെ പരീക്ഷണമാണ്. ആ സ്വാധീനം അവൻ ഖൈറായ വിഷയത്തിൽ ഉപയോഗിക്കുന്നുണ്ടോ? സുബ്ഹാനല്ലാഹ്, ഓരോരുത്തർക്കും ഓരോ പരീക്ഷണങ്ങളാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. പണ്ഡിതന്മാർക്ക് വലിയ പരീക്ഷണമാണ്. ആ പണ്ഡിതന്മാർ അവർ കാര്യങ്ങൾ വേണ്ടതുപോലെ മനസ്സിലാക്കി അറിയുന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ജനങ്ങളെ തൃപ്തിക്കനുസരിച്ച് അദ്ദേഹം ആൺമൂളിയായി ജീവിക്കുന്നുണ്ടോ? സാധാരണക്കാരന് പരീക്ഷണമാണ്. അവൻ പണ്ഡിതന്മാരെ അനുസരിച്ച് സ്വർഗത്തിലേക്ക് നീങ്ങുന്നുണ്ടോ? അതല്ല, പണ്ഡിതന്മാരെന്ത് പറഞ്ഞാലും ഞാൻ എന്റെ ഇഷ്ടത്തിന് ജീവിക്കും എന്ന തീരുമാനമാണോ? അങ്ങനെ സുഹൃത്തുക്കളെ, എല്ലാവർക്കും പരീക്ഷണമാണ്, എല്ലാവരിലും പരീക്ഷണമാണ്. പ്രായം ചെന്ന ബാപ്പ ഉമ്മയുണ്ടെങ്കിൽ ആ ബാപ്പ മുഖേന ഉമ്മ മുഖേന
സ്വർഗത്തിൽ കടക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടോ? ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ വലാ തൻഹറുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. ബാപ്പ ഉമ്മയോട് വളരെ താഴ്മയോടെ സംസാരിച്ച് ബാപ്പ ഉമ്മയുടെ പൊരുത്തം വാങ്ങുന്നുണ്ടോ? അല്ല അവരിലേക്ക് കത്തിക്കയറുന്നുണ്ടോ? പ്രായമുള്ളവരാകുമ്പോൾ അവരെ ആദരിക്കുന്നുണ്ടോ? കുട്ടികളോട് കാരുണ്യം കാണിക്കുന്നുണ്ടോ?